ഹലോ ഗായ്സ്, നമുക്ക് ഇന്നൊരു പുതിയൊരു വ്ളോഗിലേക്ക് പോകാം സുഹൃത്തുക്കളെ. അതുപോലെയല്ല, നമ്മൾ ഇതാ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. സോ ബൈ ദ വേ, നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ കണക്ക് വെറൈറ്റി വീഡിയോസൊക്കെ വരുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഗായ്സ്, ലെറ്റ്സ് ഗോ. ഗൈസ്, അങ്ങനെ ഞാൻ ഇന്ന് എങ്ങോട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പ് ന്യൂ ഓപ്പൺ ആണ്. അപ്പം അതിൻ്റെ കുറച്ച് പ്രോഗ്രാമിനായിട്ടാണ് ഞാൻ പോകുന്നത്. ബൈ ദ ബൈ, എൻ്റെ കൂടെ സനുബേട്ടൻ്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ അവർ രണ്ടേയും കൂട്ടിക്കൊണ്ട് വേണം എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ. ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പാണ് സുഹൃത്തുക്കളെ. അപ്പം നിങ്ങൾക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇന്ന് ഒരു ഫ്രൈഡേ ദിവസമാണ്. നമ്മൾ അതൊക്കെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ വൈകിട്ടാണ് ആ പരിപാടിക്ക് പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 3:30 മണിയായി. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സനുബേണ്ണ ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് പുള്ളി വന്നിരിക്കുകയാണ്. സോ ഇതാണ് സനുബേണ്ണ വണ്ടി. നമുക്ക് ഇതിലാണ് പോവേണ്ടത് എന്നെ സുഹൃത്തുക്കളെ. അപ്പോൾ ആൾക്ക് എന്തെങ്കിലും സനുബേട്ടാ ഒരു ഹായ് പറഞ്ഞേ. ഓ മൈ ഗാഡ്, അതിനിടയിൽ നമ്മൾ ഇപ്പോൾ ഇന്ന് പോകാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൻ്റെ ഓപ്പണിങ്ങിനാണ്. ഓക്കെ, മൈക്ക് വേണോ? നമ്മളിന്ന് പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് ഓപ്പണിങ്ങിനാണ്. അപ്പോൾ നമുക്ക് അവന് എല്ലാവിധ ആശംസകളെല്ലാം നേരാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. അവിടുത്തെ വിശേഷങ്ങളും ഇതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, സോ ഗൈസ്, അപ്പം എന്നെ കൂട്ടിക്കൊണ്ടാണ് ആൾ പോകുന്നത്. നമുക്ക് അവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്താണ് അവിടെ നടക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു ഹണി റോസിനെ വെച്ചിട്ട് ഉദ്ഘാടനം എന്നൊക്കെ വിചാരിച്ചതെന്ന് സനുബേട്ടൻ പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞു പിന്നെ മാറും, മറ്റേ സിറ്റുവേഷൻ കുറച്ച് ബാഡാണല്ലോ. നെക്സ്റ്റ് അവരിപ്പം ഇത് 3ാമത്തെ ഷോറൂമാണ്. ഓക്കെ, ഷോറൂമിൽ നിന്ന് പറഞ്ഞില്ല, ചെറിയൊരു പരിപാടി. അടുത്ത ഒരു 2 മന്തിൽ നെക്സ്റ്റ് പ്രൊജക്റ്റ് വരും. അപ്പോൾ നോക്കാം നമുക്ക്. സോ ഹണി റോസ് ഇല്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഞാനും ഹണി റോസിനെ കാണാൻ വേണ്ടിയാണ് ആദ്യം ഇറങ്ങിയത്. പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ക്യാൻസൽ ആയിടാ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. സോ ബൈ ദ വേ, നമുക്ക് ഇവിടുന്ന് പോവാം സുഹൃത്തുക്കളെ. പേടകം എടുക്കുന്നു, നമ്മൾ കയറുന്നു. ഓ എൻ്റെ മോനെ, എന്താ ചെറിയ നല്ല ചൂടായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അല്ലേ. കേട്ടാ, ആ ഫ്രണ്ട് നിങ്ങൾ തമ്മിലുള്ള എത്ര വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാ? അവൻ്റെ പേര് നിയാസ് എന്നാണ്. ഓക്കെ, ഞാൻ അവനായിട്ട് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതിലുപരി നമ്മളൊരു ബ്രദർഹുഡാണ്. ഓ മൈ ഗാഡ്. അവന് ഏയിൽ വന്നിട്ട് ഞാൻ വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 12 വർഷത്തെ ഒരു ഇതുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പിന്നെ എന്ത് കാര്യങ്ങൾ നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാം, നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം. അങ്ങനത്തെ ഒരു അറിയാലോ, ഒരു ബ്രദറിനെ പോലത്തെ ഒരു ഫ്രണ്ട്സും ആണ് ബ്രദറും ആണ്. ആ ഒരു ഫസ്റ്റ് ടൈം ആണോ ബിസിനസ്സിൽ? ഇല്ല, ആൾക്ക് എന്താ പറയുക, കുറച്ച് പറയാൻ പറ്റാത്ത കുറച്ച് ബിസിനസ് എല്ലാം ഉണ്ട്. നമ്മളെ ഇന്ത്യയിലും പിന്നെ ചൈനയില് ഉണ്ട്, യുഎയില്. പക്ഷെ അവരൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റയ്ക്കല്ല, ഒരു ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. പുള്ളിയുടെ സ്റ്റോറീസൊക്കെ ചോദിച്ച് ഞാൻ സനുബേട്ടൻ വിളിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് തന്നെ. സനുബേട്ടൻ പറഞ്ഞിട്ടാ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പ് ഓപ്പണിംഗ് ഉണ്ട്, അപ്പം നീ വരണം, നമുക്ക് പോവാം. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന്. എനിക്കിത് ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ അതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്, അതൊരു മെമ്മറി ആവട്ടെ, അതേപോലെ തന്നെ നിങ്ങൾ കൂടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സെറ്റാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 3:30-4 മണി ടൈം ആവുമല്ലേ? ഇപ്പോൾ എന്തായാലും അവിടെ പരിപാടി തുടങ്ങി കാണൂലേ? പോയാലറിയാം. വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ഒരു ഇതിലാണല്ലോ. പിന്നെ നിന്റെ ഏതാണ് ടീം? എന്റെ ടീം വരുന്നത് എന്ത് ജയിക്കുന്ന ടീമല്ല, നമ്മള് പോർച്ചുഗീസ്. പറങ്കിപ്പട. പക്ഷെ എനിക്ക് മെസ്സിയെ ഇഷ്ടമാണ് കേട്ടോ. അതെന്ത് ഫുട്ബോളിലോട്ട് നമ്മൾ കുറെ വിചാരിക്കുന്നത്, ഫുട്ബോളിനെ പറ്റിയിട്ട് നീ ഒന്ന് കുറച്ച് പഠിച്ചിട്ടേ ഒന്ന് ഒരു വീഡിയോ ചെയ്യാം. എനിക്ക് പറഞ്ഞ സ്പോർട്സിനോട് വലിയ താല്പര്യമില്ലാത്ത പണ്ടേ അങ്ങനെ തന്നെ. പക്ഷെ ഫുട്ബോളിനോട് എനിക്ക് ഇഷ്ടമാണ്. ക്രിക്കറ്റിനെക്കാളും ഫുട്ബോളിനോട് കുറച്ച് ഇഷ്ടമാണ്. പക്ഷെ ഞാനിപ്പോ പുതിയ വീഡിയോസിലും കാണുമ്പോഴേ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും ചെക്കപ്പയ്യന്മാരെ റീൽസിലും കാണുമ്പോൾ ഈ അർജന്റീനന്റെ കുറെ കളിക്കാരുണ്ട് പഴയ നമ്മളെ മറഡോണയ്ക്ക് ശേഷം, മറ്റേ ഗബ്രിയേൽ ബാറ്റിസ്റ്റുട്ട, ഒർട്ടേഗ,
അങ്ങനെ നല്ല നല്ല കളിക്കാരൊന്നും ഇപ്പോൾ ആൾക്കാർ എനിക്ക് മറന്നു പോയിട്ടുണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ച് ഈ ഒരു വീഡിയോ ചെയ്യണം പഠിച്ചു. തീർച്ചയായും നിങ്ങൾ അത് പറയുക കമന്റിൽ ഗബ്രിയേൽ ബാറ്റിസ്റ്റുട്ടയെ പറ്റി ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഇത് മറ്റേ കളി അറിയാതെ വന്നിട്ട് അടിക്കും. ഇല്ല, അത് വെച്ചിട്ട് നമുക്ക് ബാക്കി ചോദിക്കാമല്ലോ. നമുക്കിപ്പോ ജമീൽ ഭായ് ഉണ്ട്, നമുക്ക് കളി അറിയുന്ന വോളിബോൾ. ഇപ്പൊ നമ്മളെ സ്പോർട്സിനെ ശരിക്കും പ്രോത്സാഹിപ്പിക്കണം. അതെ തീർച്ചയായും നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഞാൻ സനുവേട്ടനും കൂടി ഇതാ നേരെ നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി വന്ന്. നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഇല്ല. നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് പോവാം എന്ന് നേരെ പുള്ളിക്കാരൻ്റെ ഷോപ്പിലേക്ക് എത്തി. ഇതോ അങ്ങ് കാണുന്നതാണ് പുള്ളിയുടെ ഷോപ്പ്. ഏതാണ് ഞാൻ നിൽക്കുന്നതാണ് സനീഫിൻ്റെ ഫ്രണ്ട്. അതാണ് ഉസ്താദ്. അടുത്ത് അത് ഇവരുടെ ഉസ്താദാണ്. നമ്മൾ ഇതാണ് ഷോപ്പ് കേട്ടോ പുള്ളിയുടെ. ബ്ലൂ സ്റ്റാർ ബിൽഡിംഗ് മെറ്റീരിയൽ. അങ്ങോട്ട് പോവാം. എനിക്ക് പിന്നെ ആരെയും പരിചയമില്ലാത്തതുകൊണ്ട് വലിയ ഒരു നേരെ ഐറ്റമാണ് ഇതൊക്കെ. പെനുവെണ്ട ഐറ്റം നോക്കി ഫുള്ള് നിറച്ചിട്ടുണ്ട് ഐറ്റംസ്. ഇതൊക്കെ നമ്മുടെ ഐറ്റം. ഗാലക്സിയുടെ മാക്സിമം ഗാലക്സി ഉണ്ട്. ഗാലക്സി. ഓ, നമ്മുടെ പെയിന്റ് ബ്രഷ്. നല്ല ചൂടുണ്ട്. സോ ഗൈസ്, അങ്ങനെ ഇവരുടെ പരിപാടികളൊക്കെ നമ്മൾ നല്ലപോലെ വിസിറ്റ് ചെയ്ത് ഒരു കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയാണ്. ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് നിങ്ങളെ കാണാം. ഗൈസ്, നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാകും ഞാനിപ്പോൾ എവിടെയാണെന്ന്. സോ ബൈ ദ വൈ, ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകും വരെ ഉള്ളത് നിങ്ങൾ കണ്ട് വീഡിയോ പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. സോ ഫോണിൽ ചാർജും ഇല്ലായിരുന്നു. ഞാനിപ്പോൾ രാവിലെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിലാണ്. ആ ജിമ്മിലൊക്കെ പോയിട്ട് ഇറങ്ങിയതാ. സോ ഇന്നലത്തെ കാര്യം പറയാം. ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്ത് പിന്നെ ജസ്റ്റ് തിരിച്ച് ഇറങ്ങാനായിട്ട് നിന്നത് വരെ നിങ്ങൾ കണ്ട്. സംഭവം വേറൊന്നുമല്ല. അപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു, ഇതിൻ്റെ നമ്മൾ എൻ്റെ അടുത്തില്ലല്ലോ ഒന്ന് വീഡിയോയുടെ. ഞാൻ വിചാരിച്ചു രാവിലെ നിങ്ങളടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ ഇതാക്കി. ശങ്കർ ഭായിയും സിദ്ദിഖും ഉണ്ട് രാവിലെ. നമ്മൾ ഇന്ന് ഞാൻ ചെയ്തത് ബാക്കാണ്. അവർ വേറെ നോക്കണത് കളി മാറിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ എഴുതിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ മുന്നേയൊക്കെ ഞാൻ 4 മണിക്ക് 5 മണിക്കൊക്കെ എഴുതിക്കും.
ഇപ്പം എന്നെ കൊണ്ട് പറ്റില്ല, 6 മണിയായാലും എഴുതിക്കാൻ പറ്റില്ല. കാരണം ഈ ക്ലൈമറ്റിൻ്റെ ഇതാണെന്നാണ് എനിക്ക് തോന്നണത് തന്നെ. മെയിനായിട്ട് രാവിലെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഒരു കിളിബോയ് അടക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവേണ്ടി ഞാൻ പറയണം, സത്യമായിട്ട് എൻ്റെ കിളി പോയിട്ടാണ് ഇരിക്കുന്നത് രാവിലെ. നമുക്ക് റെഡി ആയിട്ട് ഫ്രഷ് ആയിട്ട് കാണാം. ഞാനങ്ങനെ റെഡിയായി ഇതാ വന്ന് രാവിലെ കുറച്ച് ഓർഡറൊക്കെ പ്ലേസ് ചെയ്യാണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ അതെല്ലാം പ്ലേസ് ചെയ്ത് പിന്നെ ഞാൻ ഇറങ്ങി. അപ്പോൾ ഇന്നലെ സംഭവിച്ചത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമുക്ക് കുറച്ച് പരിപാടിയിലേക്ക് ഇപ്പോൾ കിടക്കാം സുഹൃത്തുക്കളെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുറച്ച് കട്ടായി പോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കട്ടാവും കേട്ടോ ചില സമയങ്ങളിൽ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ പോയിക്കിളി ഇടയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എന്നത്തെയും കണക്ക് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഓർഡറൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു, അതെല്ലാം പ്ലേസ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സനൂബായി ഒരു ഇലക്ട്രിക്കൽ, ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ ഒരു ഇലക്ട്രിക്കൽ സ്റ്റൗ ജീപ്പാസിൻ്റെ നമുക്കാള് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്ന് വരും. അപ്പോൾ നമുക്കത് പോയി വാങ്ങിയിട്ട് കാസിം കേട് അവിടെ കൊണ്ട് കൊടുക്കാം. അപ്പോൾ പുള്ളിയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കുകയും ചെയ്യാം. നമുക്ക് ആ സാധനം എക്സ്പ്ലോർ ചെയ്യാം. അതൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നേരെ നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. എന്നിട്ട് ആ സാധനം കളക്ട് ചെയ്യാം സുഹൃത്തുക്കളെ. അതെങ്ങനെയുണ്ട്? ആ സാധനം കളക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാണാം. അങ്ങനെ നമ്മൾ ആ സാധനം കിട്ടി കേട്ടോ. അതും വാങ്ങിച്ച് ഞാൻ നേരെ ഇനിയിപ്പോൾ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. സോ ഇതാണ് ആ സാധനം. അപ്പോൾ നമ്മൾ റൂമിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന മറ്റേ വേറൊരു സംഭവത്തിലാണ്. ഇതിൻ്റെ ഒന്ന് ചെറുതാണ്. അപ്പം അതും ജീപ്പാസിൻ്റെ കഴിഞ്ഞാൽ സനുവേട്ടാ നമുക്കിത് സെറ്റാക്കി തന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതും കൊണ്ട് നേരെ റൂമിലേക്ക് പോവുക. അവിടെ പോയിട്ട് അവിടെ എന്താ പരിപാടി എന്ന് നോക്കാം. നമുക്ക് കാസിം കായ്ക്ക് കൊണ്ട് കൊടുക്കാഇത് സംഭവം ഭയങ്കര ചൂടേ. ഇവിടുന്ന് നമുക്ക് പോവാം. ചൂടെടുത്ത മനുഷ്യൻ പണ്ടാരടങ്ങി. അപ്പം അധികം നമുക്ക് പുറത്തു നിന്ന് കളിക്കാൻ പറ്റില്ല, കാരണം ഏത് പണ്ടാരാവും. നമ്മൾ അക്കോമഡേഷനിലെത്തി. അവർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 മണിയായി. മാർക്കറ്റൊക്കെ പോയിട്ട് വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. പഴയതുപോലെ കച്ചവടം കുറച്ച് ഫ്ലെക്സിബിളായിട്ട് പോകുന്നില്ല. ടോട്ടലി ഒരു ടൈറ്റ്നെസ് ഉണ്ട്. ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാസിംക്ക. അപ്പം നമുക്കിത് ഇവിടെ വെച്ചിരിക്കാം. സാധനം അവിടെ ഇരിക്കട്ടെ. മുന്നത്തെ ഇതായിട്ട് ഇത് നമുക്ക് മാറ്റിയിട്ട് ഇത് വയ്ക്കാം. അപ്പം ഫുഡ് കഴിച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നിന്നെ കാണിച്ചു തരാം. ഞാൻ പോയി കഴിച്ചിട്ട് വരാം. ഒന്നും പറയണ്ട, ചോറെല്ലാം കഴിച്ച് നിറഞ്ഞിരിക്കുക. കാസിക്ക നല്ല കറി ഉണ്ടാക്കി തന്നതിന് ശേഷം. സോ ബൈ ദ വേ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇത് അൺബോക്സ് ചെയ്യണ പരിപാടിയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ജീപ്പാസിൻ്റെ ഇലക്ട്രിക്കൽ കുക്കിംഗ് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്യാം. സോ ഒരു 2 വർഷം ഇവർ വാറൻറ്റി കൊടുത്തിട്ടുണ്ട്. അതിൽ വ്യൂ ആയിട്ട് വരുന്നത് തന്നെ പെർഫെക്റ്റ് യുവർ കുക്കിംഗ് എന്നാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ ടച്ച് പാനൽസും ഉണ്ട്. പിന്നെ 4 ഡിജിറ്റ് LED ഡിസ്പ്ലേ വരെ ഉണ്ട്. സോ നൈസ്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതങ്ങോട്ട് മാറ്റിയേക്കാം. ഓ മാൻ, നൈസ്. ഒരു ലൈറ്റ് വെയ്റ്റ്, ഒരു നല്ലൊരു പ്രീമിയം ടച്ച് ആയിട്ടുണ്ട്. ഇതിൽ 2 ബുക്സ് വരുന്നുണ്ട്. ഇന്ന് 2200 വാൾട്ടിൻ്റെ ഡിജിറ്റൽ ഇൻഫ്രാറെഡ് കുക്കർ എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഓക്കെ. ഇതിലിപ്പോൾ വരുന്നത് സ്റ്റീം, ഹീറ്റിങ്, ബാർബിക്യൂ വരുന്നുണ്ട്, ഹോട്ട് ചെയ്യുന്ന അതിനൊരു ലോക്കുണ്ട്, ടൈമിംഗ് ഉണ്ട്. കുറച്ചധികം ഫങ്ഷൻസുകൾ ഇവർ
ഇതിൽ കൊടുത്തിട്ട് ഇതിൻ്റെ ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. സോ നല്ലൊരു സാധനം, ഒരു പ്രീമിയം ടച്ച്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ അൺബോക്സിങ് കണ്ടിരിക്കല്ലേ. നാളെ അടുത്തൊരു വീഡിയോ കാണാം. വീണ്ടും ശ്രദ്ധിച്ച് മറക്കും. ബൈ ബൈ.